ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. മൂന്നാമത്തെ വെള്ളിയാഴ്ചയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണല്ലോ മമ്മൂട്ടി ചിത്രം ടർബോ. വൈശാഖിന്റെ സംവിധാനത്തിൽ മമ്മൂട്ടി നായകനെത്തിയ സിനിമ വീണ്ടും ഒരു വെള്ളിയാഴ്ചയിലേക്ക് എത്തപ്പെടുമ്പോൾ, അതിലുപരി വീക്കെൻഡ് ദിവസങ്ങളിലേക്ക് എത്തപ്പെടുമ്പോൾ ഇട ദിവസങ്ങളിലേക്കാൾ നല്ലൊരു കളക്ഷൻ വർധനയായിരിക്കുമല്ലോ കൂടുതൽ പ്രേക്ഷകർ പ്രതീക്ഷിക്കുക. എന്നാൽ മമ്മൂട്ടി കമ്പനിയുടെ ടർബോ എന്ന സിനിമയുടെ കാര്യത്തിൽ ഇന്ന് വെള്ളിയാഴ്ച കളക്ഷൻ വർധനയല്ല നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ഇന്നലെ വ്യാഴാഴ്ച ഇതേ സമയം 22 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഇന്ന് 15 ലക്ഷത്തിന് മുകളിലാണ് ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് ഗ്രോസ്. വ്യാഴം കളക്ഷന് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് നല്ല രീതിയിൽ സിനിമയ്ക്ക് കളക്ഷൻ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. ഇന്നലെ 40 ലക്ഷത്തിൽ താഴെയായിരുന്നു സിനിമയുടെ കേരള ഗ്രോസ് എങ്കിൽ ഇന്ന് സിനിമയ്ക്ക് 30-35 ലക്ഷം റേഞ്ചിലെ ഫൈനൽ കേരള ഗ്രോസ് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ സിനിമയുടെ 16 ദിവസത്തെ ആകെ കേരള കളക്ഷൻ 32 കോടി 50 ലക്ഷത്തിനടുത്തേക്ക് എത്തപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. സിനിമയുടെ അടുത്ത കൃത്യമായി കേരള വേൾഡ് വൈഡ് കണക്കുകൾ ഈ ആഴ്ച തന്നെ അപ്ഡേറ്റ് ആക്കപ്പെടുന്നതാണ്. ഇതിനിടയിൽ സിനിമയുടെ വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് ആയിട്ട് നാം പ്രതീക്ഷിക്കുന്നത് 69 കോടി രൂപയ്ക്ക് മുകളിലെ ഗ്രോസ് കളക്ഷനാണ്. അപ്പോൾ 16 ദിവസങ്ങൾ കൊണ്ട് 69 കോടിയിലേറെ കളക്ഷൻ നേടിയെടുത്ത് ടർബോ എന്ന സിനിമ 70 കോടി വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനിലേക്ക് അടുക്കാനായിട്ട് ഒരുങ്ങുകയാണ്. ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ എന്ന നിലയിൽ നോക്കുകയാണെങ്കിൽ ടർബോയുടെ കളക്ഷൻ അത്ര പോരാ എന്ന് തന്നെ പറയാം. എന്നാൽ അതേസമയം ഒരു നോർമൽ ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണ് ടർബോ എങ്കിൽ ഇതൊരു മികച്ച കളക്ഷൻ തന്നെയാണ്. മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച അവരുടെ റെക്കോർഡ് ബഡ്ജറ്റുള്ള സിനിമ കൂടിയാണ് ടർബോ. വൈശാഖ് സംവിധാനം ചെയ്ത സിനിമയുടെ OST കൂടി ഇപ്പോഴത്തെ മമ്മൂട്ടി കമ്പനി യൂട്യൂബ് ചാനലിലൂടെ ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. 1 മണിക്കൂറിനടുത്താണ് OST ദൈർഘ്യം. എന്തായാലും ശനി ഞായർ ദിവസങ്ങൾ കടന്നു വരുമ്പോൾ ഇനിയും സിനിമയ്ക്ക് അടുത്ത ദിവസങ്ങളിൽ കളക്ഷൻ വർധനയാണ് ഇപ്പോഴും നാം പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ മമ്മൂട്ടി ചിത്രം ടർബോയുടെ കളക്ഷൻ വർദ്ധിച്ചു എന്ന് അടുത്ത ദിവസങ്ങളിൽ വാർത്ത കേൾക്കുവാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ. കൂടുതൽ ടർബോ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ടും കാത്തിരിക്കൂ.